എഡ്ഫിൽ ലേണിംഗ്. കഴിഞ്ഞ 2 പാർട്ടുകളിലായി സെക്കൻഡ് മൊഡ്യൂൾ ആയിട്ടുള്ള റിസർച്ച് മെത്തേഡ്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ PYQ അനാലിസിസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ പാർട്ട് 3 ഇനി 2-3 ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ ഈ ഒരു പാർട്ടിൽ ചർച്ച ചെയ്യാൻ പോവുകയാണ്. ഇന്നത്തെ പാർട്ടിൽ പ്രധാനമായിട്ടും ഹൈപ്പോത്തസിസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഹൈപ്പോത്തസിസ് എന്ന ഭാഗത്ത് നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ എക്സാമുകളിലായിട്ട് ചോദിച്ചിട്ടുള്ളത് എന്നൊന്ന് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്കറിയാം, ഇപ്പോൾ നിലവിൽ നമ്മൾ 4 ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 5ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ഹൈപ്പോത്തസിസ്. ഓക്കെ, ഓഗസ്റ്റ് 2024 ചോദിച്ച ചോദ്യമാണ്. എന്താണ് ഗുഡ് ഹൈപ്പോത്തസിസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് തന്നിട്ടുള്ള ഓപ്ഷൻസിൽ നിന്ന് വരുന്നതെന്നാണ്. സോ ഗുഡ് ഹൈപ്പോത്തസിസ് എന്തൊക്കെയാണ് ഓപ്ഷൻ ആയിട്ട് വന്നിട്ടുള്ളത്? affirmative statement, interrogative statement, conjunctural, concludes relationship between variables. Choose the correct answer from the option given below. തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് ഒരു ഗുഡ് ഹൈപ്പോത്തസിസ് എന്ന് വരുന്നതെന്നാണ് ചോദിക്കുന്നത്. സോ തന്നത് ഇങ്ങനെയൊക്കെയാണ്: BDE ഓൺലി, ACD ഓൺലി, BCD ഓൺലി ആൻഡ് ACE ഓൺലി. അപ്പോൾ ഇത് ആൻസർ ചെയ്യണമെങ്കിൽ എന്ത് അറിയണം? നമ്മൾ ആദ്യം എന്താണ് ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ എന്താണ് ഗുഡ് ഹൈപ്പോത്തസിസ്. സോ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാൻ പോവുകയാണ്. സോ വാട്ട് ഈസ് ഹൈപ്പോത്തസിസ്? ഒരു റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണല്ലേ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. സോ ഹൈപ്പോത്തസിസ് ഈസ് എ ടെസ്റ്റബിൾ ആൻഡ് പ്രൊപ്പോസ്ഡ് ആൻസർ ടു എ പ്രോബ്ലം. ഒരു റിസർച്ച് പ്രോബ്ലം ഉണ്ടാവും അല്ലേ, ആ റിസർച്ച് പ്രോബ്ലത്തിനുള്ള ഒരു ആൻസർ ആയിരിക്കണം, പിന്നെ ഇത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു മെക്യുഗൻ, hypothesis is a testable statement having a potential relationship between 2 or more variables. 2 അതിലധികമോ വേരിയബിൾസ് തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. അത് കൂടാതെ തന്നെ ഇതൊരു ടെസ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം. നമ്മൾ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റണം എന്നാണ് പറയുന്നത്. സോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾസ്. ഇനി കുറച്ചുകൂടി വൃത്തിയായിട്ടൊക്കെ പറയുമ്പോൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് എന്താണ്? എ ക്ലിയർ testable statement or assumption about the relationship between 2 or more variables. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, പക്ഷെ അതെന്തായിരിക്കണം? ക്ലിയർ ആയിരിക്കണം, അതേപോലെ തന്നെ ടെസ്റ്റബിൾ ആയിരിക്കണം. എ ഹൈപ്പോത്തസിസ് ഈസ് എ ടെൻറ്റേറ്റീവ് എക്സ്പ്ലനേഷൻ ഓർ പ്രഡിക്ഷൻ ദാറ്റ് ക്യാൻ ബി ടെസ്റ്റഡ് ത്രൂ സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ. സോ നമ്മൾ റിസർച്ച് ചെയ്യുന്ന സമയത്ത് അതുവഴി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഒരു ടെൻറ്റേറ്റീവ് എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അതൊരു പ്രഡിക്ഷൻ കൊടുക്കുകയാണ് എന്നാണ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഇനി ഒരു ഗുഡ് ഹൈപ്പോത്തസിസ് ആവണമെങ്കിൽ അതിന് 2 ക്രൈറ്റീരിയ ആണ് മെയിനായിട്ട് പറയുന്നത്. ഒന്നാമത്തേത്, ഹൈപ്പോത്തസിസ് ആർ സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. വേരിയബിൾസ് തമ്മിലുള്ള ഒരു റിസർച്ച് ചെയ്യുമ്പോൾ അവിടെ ഒരുപാട് വേരിയബിൾസ് ഉണ്ടാവും അല്ലേ, 2 അതിലധികമോ വേരിയബിൾസ് ഉണ്ടാവും. ഈ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഹൈപ്പോത്തസിസിൽ പറയുന്നത്. സോ റിലേഷൻ ബിറ്റ്വീൻ വേരിയബിൾസ് ആൻഡ് ഹൈപ്പോത്തസിസ് കേരി ക്ലിയർ ഇംപ്ലിക്കേഷൻ ഫോർ ടെസ്റ്റിംഗ് ദ സ്റ്റേറ്റഡ് റിലേഷൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ റിലേഷൻസിനെ സ്റ്റേറ്റ് ചെയ്യാനുള്ള എന്തായിരിക്കണം? ക്ലിയർ ഇംപ്ലിക്കേഷൻസ് വേണം, അല്ലെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് ഇത് പറഞ്ഞിരിക്കണം. ഓക്കെ, ഇനി ക്യാരക്ടറിസ്റ്റിക്സ്. നേരത്തെ പറഞ്ഞത് ക്രൈറ്റീരിയ ആയിരുന്നു. ഇനി ഒരു ഗുഡ് ഹൈപ്പോത്തസിസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ക്യാരക്ടറിസ്റ്റിക്സ്, ഫസ്റ്റ് വൺ ആണ് കോൺസെപ്ച്വലി ക്ലിയർ. അത് ക്ലിയർ ആയിരിക്കണം. ബേസ്ഡ് അപ്പോൺ ഓപ്പറേഷണലി ഡിഫൈൻഡ് കോൺസെപ്റ്റ്സ് ഡിഫൈൻഡ് ഇൻ കമ്മ്യൂണിക്കബിൾ വേർഡ്സ്. നമ്മൾ കൊടുക്കുമ്പം ഒരു ഹൈപ്പോത്തസിസ് എഴുതുന്ന സമയത്ത് അത് കമ്മ്യൂണിക്കബിൾ വേർഡ്സ് ആയിരിക്കണം നമ്മൾ അതിൽ കൊടുക്കുന്നത്, അല്ലെങ്കിൽ മനസ്സിലാവുന്ന ഭാഷയിൽ വേണം എഴുതാനെന്നാണ് പറയുന്നത്. ഇഫ് ദ ഹൈപ്പോത്തസിസ് ഈസ് നോട്ട് ക്ലിയർ ആൻഡ് പ്രിസൈസ്, ദ ഇൻഫറൻസസ് ഡ്രോൺ ഓൺ ഇറ്റ്സ് ബേസിസ് കനോട്ട് ബി ടേക്കൺ ആസ് റിലയബിൾ. ഇപ്പോൾ നമ്മുടെ ഹൈപ്പോത്തസിസ് ക്ലിയറും പ്രിസൈസും അല്ലെങ്കിൽ ആ ഒരു ഹൈപ്പോത്തസിസ് വഴി നമ്മൾ എത്തുന്ന റിസൾട്ട് റിലയബിൾ ആണെന്ന് പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സോ അതെന്തായിരിക്കണം? കോൺസെപ്ച്വലി ക്ലിയർ ആയിരിക്കണം. Stated as far as possible in most simple terms so that the same is easily understandable by all concerned. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സിമ്പിൾ ടേംസിൽ, ഓക്കെ, ആർക്കായാലും വായിച്ചാലും മനസ്സിലാവുന്ന തരത്തിലുള്ള സിമ്പിൾ ടേംസിൽ വേണം നമ്മൾ ഹൈപ്പോത്തസിസ് എഴുതാൻ വേണ്ടിയിട്ട്. സിംപ്ലിസിറ്റി ഓഫ് ഹൈപ്പോത്തസിസ് ഹാസ്
നത്തിങ് ടു ഡു വിത്ത് ഇറ്റ് സിഗ്നിഫിക്കൻസ്. അപ്പോൾ നമ്മൾ സിമ്പിൾ ആക്കിയെന്ന് വെച്ച് അതിൻ്റെ സിഗ്നിഫിക്കൻസിന് മാറ്റമൊന്നും വരില്ല. അപ്പോൾ സിമ്പിളായിട്ട് ക്ലിയർ ആയിട്ട് എഴുതണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്നതാണ് മസ്റ്റ് ബി ടെസ്റ്റബിൾ. ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എഴുതിയാൽ അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തസിസ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കണം. ക്യാൻ ബി ടെസ്റ്റഡ് ഡയറക്ട്ലി ടു ബി ട്രൂ ഓർ ഫാൾസ്. അത് കിട്ടുന്നത് ട്രൂ ആവട്ടെ ഫാൾസ് ആവട്ടെ, പക്ഷേ അത് ടെസ്റ്റ് ചെയ്യാൻ പറ്റണം. എ ഹൈപ്പോത്തസിസ് ഈസ് എ ടെസ്റ്റബിൾ ഇഫ് അതർ ഡിഡക്ഷൻസ് ക്യാൻ ബി മെയ്ഡ് ഫ്രം ഇറ്റ് വിച്ച് ഇൻ ടേൺ ക്യാൻ ബി കൺഫേംഡ് ഓർ ഡിസ്പ്രൂവ്ഡ് ബൈ ഒബ്സർവേഷൻ. അപ്പോൾ റിസൾട്ട് വരുന്ന സമയത്ത് ഒന്നെങ്കിൽ ആ ഹൈപ്പോത്തസിസിനെ കൺഫേം ചെയ്യും അല്ലെങ്കിൽ ഡിസ്പ്രൂവ് ചെയ്യും. ഒരു എക്സാമ്പിൾ നോക്കാം. ഡെമോക്രാറ്റിക് അറ്റ്മോസ്ഫിയർ ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇംപ്രൂവ്സ് ദ ക്രിയേറ്റീവ് തിങ്കിങ് ഓഫ് ദ പീപ്പിൾ. ടു ബ്രോഡ് ടു ബി ടെസ്റ്റഡ് ഡയറക്ട്ലി യെറ്റ് പൊട്ടൻഷ്യലി ടെസ്റ്റബിൾ. അപ്പോൾ ഇങ്ങനെ ഒരു ഇതാണ് തരുന്നതെങ്കിൽ ഒരു എക്സാമ്പിൾ ആണ് തന്നത് കേട്ടോ. ഡെമോക്രാറ്റിക് അറ്റ്മോസ്ഫിയർ ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇംപ്രൂവ്സ് ദ ക്രിയേറ്റീവ് തിങ്കിങ് ഓഫ് ദ പീപ്പിൾ. ഈ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള ഡെമോക്രാറ്റിക് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റീവ് തിങ്കിങ്, കുട്ടികളുടെ ക്രിയേറ്റീവ് തിങ്കിങ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ അതെന്താണ്? ടെസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് ബേസ്ഡ് ഓൺ എക്സിസ്റ്റിംഗ് നോളേജ് ഓർ തിയറി. ഓൾറെഡി ഉള്ള ഒരു തിയറിനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള എന്തെങ്കിലും ഒരു കാര്യത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മളൊരു ഹൈപ്പോത്തസിസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താണ്? ഇറ്റ് ഷുഡ് ബി ഗ്രൗണ്ടഡ് ഇൻ പ്രയർ റിസർച്ച്, തിയറി ഓർ ലോജിക്കൽ റീസണിങ്. ഇത് ഓൾറെഡി ഉള്ള കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കണം നമ്മളൊരു ഹൈപ്പോത്തസിസ് ബിൽഡ് ചെയ്യാനെന്നാണ് പറയുന്നത്. അടുത്തതാണ് സ്പെസിഫിക് ആൻഡ് ഫോക്കസ്ഡ്. എ ഗുഡ് ഹൈപ്പോത്തസിസ് ഷുഡ് ബി ഫോക്കസ് ഓൺ സിംഗിൾ പ്രോബ്ലം ഓർ റിലേഷൻഷിപ്പ്, നോട്ട് ടു ബ്രോഡ്. വളരെ ആയിട്ട് വലിച്ചു നീട്ടി വലിയൊരു കാര്യത്തിനെ കുറിച്ചിട്ടൊന്നും പറയണ്ട. അതെന്തായിരിക്കണം? ഒരു സിംഗിൾ പ്രോബ്ലത്തിനെയോ അല്ലെങ്കിൽ ഒരു സിംഗിൾ റിലേഷൻഷിപ്പിനെയോ ബേസ് ചെയ്തായിരിക്കണം നമ്മുടെ ഒരു ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. സോ അത് വളരെ ബ്രോഡ് ആക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇനി സ്റ്റേറ്റഡ് ഇൻ ടേംസ് ഓഫ് വേരിയബിൾസ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വേരിയബിൾസ് വെച്ചിട്ട് വേണം ഇത് സ്റ്റേറ്റ് ചെയ്യാൻ. ദ ഹൈപ്പോത്തസിസ് മസ്റ്റ് ഇൻക്ലൂഡ് അറ്റ്ലീസ്റ്റ് 2 വേരിയബിൾസ്. അറ്റ്ലീസ്റ്റ് 2 വേരിയബിൾസ് എങ്കിലും അവിടെ വേണം. ആൻഡ് പ്രെഡിക്റ്റ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം. എന്നിട്ട് എന്തിനാണ് ഈ വേരിയബിൾസ്? നമ്മൾ ഈ 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് എന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തതാണ് ഡയറക്ഷണൽ ഇഫ് അപ്ലിക്കബിൾ. എന്ന് വെച്ചാൽ if theory or prior research allows, the hypothesis should state the expected direction of the relationship. അതായത് ഈ 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 2 എണ്ണം തമ്മിൽ എന്ത് റിലേഷൻഷിപ്പാണ്? പോസിറ്റീവ് ആണോ, നെഗറ്റീവ് ആണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ? അതൊക്കെ നമ്മൾ വളരെ വൃത്തിയായിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ പറ്റുമെങ്കിൽ, അപ്ലിക്കബിൾ ആണ് എങ്കിൽ കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് ഫാൽസിഫിയബിൾ. എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഈ ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, അത് ചില സമയത്തൊക്കെ അത് ഫാൾസ് ആയിരിക്കും. എ ഗുഡ് ഹൈപ്പോത്തസിസ് മസ്റ്റ് ബി ഓപ്പൺ ടു ബീങ് ഡിസ്പ്രൂവ്ഡ്. അപ്രൂവ് മാത്രമല്ല, ചില സമയത്തൊക്കെ ഡിസ്പ്രൂവ് ആവുകയും ചെയ്യും. ദിസ് ഈസ് എസെൻഷ്യൽ ഫോർ സയൻറ്റിഫിക് ടെസ്റ്റിംഗ്. അപ്പോൾ ഒരു സയൻറ്റിഫിക് ടെസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഇത് എസെൻഷ്യൽ ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ നമ്മൾ 7 ക്രൈറ്റീരിയ ആണ് പറഞ്ഞത്, ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറഞ്ഞത് ഒരു ഗുഡ് ഹൈപ്പോത്തസിസിൻ്റെ. ഇനി എന്തായിരുന്നു നമ്മുടെ ചോദ്യം? നമുക്കൊരു 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. ഇതിലേതൊക്കെയാണ് ഒരു ഹൈപ്പോത്തസിസിൻ്റെ, ഒരു ഗുഡ് ഹൈപ്പോത്തസിസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് ചോദിച്ചത്. അല്ല, അഫർമേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണോ, ഇൻട്രോഗേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണോ, കൺജങ്ക്ചറൽ ആണോ, കൺക്ലൂഡ്സ് റിലേഷൻഷിപ്പ് വേരിയബിൾസ് ആണോ? ഇതിൽ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചത് അല്ലേ? അപ്പോൾ നമുക്ക് ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് അഫർമേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് എ പോസിറ്റീവ് ഡിക്ലറേഷൻ. ഓക്കെ, ഒരു പോസിറ്റീവ് ഡിക്ലറേഷനെയാണ് നമ്മൾ അഫർമേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മുടെ ഹൈപ്പോത്തസിസ് എന്താണ്? ഒരു പോസിറ്റീവ് ഡിക്ലറേഷൻ ആണ്, അതൊരു ക്വസ്റ്റ്യൻ അല്ല. അതായത് എക്സ് എഫക്ട്സ് വൈ. എക്സാമ്പിൾ, ഒരു കാര്യം മറ്റൊരു കാര്യത്തിന് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതിനെയാണ് അഫർമേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഹൈപ്പോത്തസിസ് എന്താണ്? ഹൈപ്പോത്തസിസും അങ്ങനെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇത് ശരിയാണ്. ഇൻട്രോഗേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. എന്താ ഇൻട്രോഗേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നമ്മൾ പറഞ്ഞത് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ഒരു ടെസ്റ്റബിൾ സ്റ്റേറ്റ്മെൻ്റ് ആണ്, അതൊരു ക്വസ്റ്റ്യൻ അല്ല.
സോ എ ഹൈപ്പോത്തസിസ് ഈസ് നോട്ട് എ ക്വസ്റ്റ്യൻ ബട്ട് എ ടെസ്റ്റബിൾ പ്രഡിക്ഷൻ. സോ ഈ ഒരു ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. ഇനി അടുത്ത ഓപ്ഷനിൽ വരുന്ന എന്തായിരുന്നു? കൺജങ്ക്ചറൽ. ഇറ്റ് ഇൻവോൾവ്സ് എ പ്രഡിക്റ്റീവ് അസംഷൻ ബേസ്ഡ് ഓൺ തിയറി ഓർ പ്രീവിയസ് റിസർച്ച്. ഒരു പ്രഡിക്റ്റീവ് അസംഷനെയാണ് നമ്മൾ കൺജങ്ക്ചറൽ എന്ന് പറയാം. സോ ഹൈപ്പോത്തസിസ് എന്താണ്? ബേസിക്കലി അതൊരു കൺജങ്ക്ചറൽ ആണ്. സോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പ്രീവിയസ് റിസർച്ച്. ഇനി അടുത്തത് എന്താണ്? കൺക്ലൂഡ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. സോ അതാണ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് തന്നെ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് പറയുന്നത്. സോ അതും ശരിയാണ്. It shows a testable relationship often between independent and dependent variables. Okay, clear? അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഓപ്ഷനുകളിൽ ഏതൊക്കെയായിരിക്കും? ശരിയല്ലാത്തത് ഏതാണ്? ബി ആണല്ലേ. ബി ശരിയല്ല. എ ശരിയാണ്, സി ശരിയാണ്, ഡി ശരിയാണ്. അങ്ങനെ വരുമ്പോൾ എ സി ഡി ഓൺലി. ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതും ഹൈപ്പോത്തസിസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷെ ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് അബൌട്ട് ദ ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ്. ഹൈപ്പോത്തസിസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, പക്ഷേ ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ് എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതെന്താണെന്ന് നോക്കണം. മെഡിറ്റേഷൻ ഹാസ് എഫക്റ്റ് ഓൺ വെൽബീങ്, മെഡിറ്റേഷൻ ഹാസ് പോസിറ്റീവ് എഫക്റ്റ് ഓൺ വെൽബീങ്, മെഡിറ്റേഷൻ ഹാസ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എഫക്റ്റ് ഓൺ വെൽബീങ്, മെഡിറ്റേഷൻ ഹാസ് ഡയറക്ഷൻ ഫോർ വെൽബീങ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ചെയ്യണമെങ്കിൽ ആദ്യം എന്താണ് ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ് എന്ന് നമ്മൾ അറിയണം. ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ഹൈപ്പോത്തസിസിൽ വരുന്ന ഒന്നാണ്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് ഹൈപ്പോത്തസിസ്? ഫസ്റ്റ് വൺ ആണ് നൾ ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ എച്ച് നോട്ട്. സ്റ്റേറ്റ്സ് ദർ ഇസ് നോ റിലേഷൻഷിപ്പ് ഓർ നോ എഫക്റ്റ് ബിറ്റ്വീൻ വേരിയബിൾസ്. രണ്ട് വേരിയബിൾസിനെ പറയുന്ന സമയത്ത് ദർ ഇസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ തുടങ്ങുക. അല്ലെങ്കിൽ ദർ ഇസ് നോ എഫക്റ്റ് ബിറ്റ്വീൻ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദർ ഇസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്ട്രെസ് ആൻഡ് അക്കാഡമിക് പെർഫോമൻസ്. ഓക്കെ, അപ്പോൾ സ്ട്രെസ് ഉണ്ട്, അക്കാഡമിക് പെർഫോമൻസും ഉണ്ട്, ഇത് തമ്മിൽ ബന്ധമില്ല എന്ന് പറയുന്നതാണ് ഏത്? നൾ ഹൈപ്പോത്തസിസ്. ഇറ്റ് ഈസ് ദ ഹൈപ്പോത്തസിസ് ദാറ്റ് റിസർച്ചേഴ്സ് യൂഷ്വലി ട്രൈ ടു ഡിസ്പ്രൂവ് ഓർ റിജക്ട്. നമ്മൾ നൾ ഹൈപ്പോത്തസിസിനെ പ്രധാനമായിട്ടും ഒരു മോസ്റ്റ് ഓഫ് ദ കേസസിലും നമ്മൾ റിജക്റ്റ് ചെയ്യുക. ഓക്കെ, റിജക്റ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ സിഗ്നിഫിക്കൻ്റ് ആണ് എന്ന് പറയുന്നത്. ദർ ഈസ് നോ ഡിഫറൻസ് ഇൻ അക്കാഡമിക് പെർഫോമൻസ് ബിറ്റ്വീൻ സ്റ്റുഡൻസ് ഹു സ്റ്റഡി വിത്ത് മ്യൂസിക് ആൻഡ് ദോസ് ഹു സ്റ്റഡി ഇൻ സൈലൻസ്. അപ്പോൾ ഒരു എക്സാമ്പിൾ തന്നതാണ്, ഈ മ്യൂസിക് കേട്ട് പഠിക്കുന്നവരും സൈലൻ്റ് ആയിട്ട് പഠിക്കുന്നവരും തമ്മിൽ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും ഇല്ല അക്കാഡമിക് പെർഫോമൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോ എന്നുള്ളതാണ് നോക്കേണ്ടത്. നോ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതായത് എഫക്റ്റ് ഒന്നും ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് നൾ ഹൈപ്പോത്തസിസ്. അടുത്ത ടൈപ്പ് വരുന്നതാണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്, അല്ലെങ്കിൽ അതിന് നമ്മൾ H1 ഓർ HA എന്നൊക്കെയാണ് പറയുക. നേരത്തെ നമ്മൾ പറഞ്ഞത് നോ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഇവിടെ ദർ ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അല്ലെങ്കിൽ എഫക്റ്റ് ബിറ്റ്വീൻ വേരിയബിൾസ്. ഇറ്റ് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് ദ നൾ ഹൈപ്പോത്തസിസ്. ഓക്കെ, ദർ ഇസ് നോ റിലേഷൻഷിപ്പ് എന്ന് പറയുകയാണെങ്കിൽ നൾ, ദർ ഇസ് എ റിലേഷൻഷിപ്പ് എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. എക്സാമ്പിൾ, സ്റ്റുഡൻസ് ഹു സ്റ്റഡി വിത്ത് മ്യൂസിക് പെർഫോം ബെറ്റർ ദാൻ ദോസ് ഹു സ്റ്റഡി ഇൻ സൈലൻസ്. മ്യൂസിക് കേട്ട് പഠിക്കുന്ന കുട്ടികൾ കുറച്ചുകൂടി പെർഫോം ചെയ്യും ആരെക്കാൾ? സൈലൻ്റ് ആയിട്ടിരുന്ന് പഠിക്കുന്നതിനേക്കാൾ എന്ന് പറയുന്നത് അവിടെ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത്, ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ്. എന്താ ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ? predicts the direction of the relationship. ഒരു റിലേഷൻഷിപ്പിൻ്റെ ഡയറക്ഷൻ കൃത്യമായിട്ട് പറയാണ്. എന്നാൽ അതായത് ഇത് പോസിറ്റീവായിട്ടാണോ ബന്ധപ്പെട്ട് കിടക്കുന്നത്, നെഗറ്റീവായിട്ടാണോ എന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നത്. ഡയറക്ഷൻ ഓഫ് ദ റിലേഷൻഷിപ്പ് യൂഷ്വലി യൂസസ് ദ ടേം ലൈക്ക് ഇൻക്രീസ്, ഡിക്രീസ്, മോർ, ലെസ് എക്സെട്ര. അതായത് ദർ ഇസ് എ ഡിക്രീസ് ഇൻ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ടെങ്കിൽ അതാണ് ഡയറക്ഷണൽ. അവിടെ കൃത്യമായിട്ട് ആ ഒരു ഡയറക്ഷനെ സ്പെസിഫൈ ചെയ്യണം. എക്സാമ്പിൾ നോക്കാം. സ്റ്റുഡൻസ് ഹു സ്ലീപ്പ് മോർ ദാൻ 7 hours സ്കോർ ഹയർ ഓൺ എക്സാംസ് ദാൻ ദോസ് ഹു സ്ലീപ്പ് ലെസ്. അതായത് 7 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങുന്ന കുട്ടിക്ക് എക്സാമിന് കൂടുതൽ മാർക്ക് കിട്ടും അതിനേക്കാൾ കുറവ് ഉള്ളവർക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ എന്താ പറയുന്നത്? ഒരു ഇൻക്രീസ് പറയുന്നുണ്ട്. അതാണ് ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ് പറഞ്ഞ പോലെ തന്നെ ഇനി അടുത്തൊരു ടൈപ്പായിട്ട് വരുന്നതാണ് നോൺ ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ്. അപ്പോൾ അതെന്തായിരിക്കും?
അവിടെ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഡയറക്ഷൻ ഒന്നും സ്പെസിഫൈ ചെയ്യുന്നില്ല. അത് തന്നെ predicts a relationship exists but does not specify the direction. റിലേഷൻഷിപ്പ് ഉണ്ട്, പക്ഷെ എങ്ങനെയാണ് ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നൊന്നും സ്പെസിഫൈ ചെയ്യുന്നില്ല. യൂസ്ഡ് വെൻ പ്രയർ റിസർച്ച് ഡസ് നോട്ട് സ്ട്രോങ്ലി ഇൻഡിക്കേറ്റ് എ ഡയറക്ഷൻ. അതായത് മറ്റ് റിസർച്ച് ഒക്കെ നോക്കുമ്പോൾ അവിടെ ഒരു ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യുന്നില്ല എങ്കിൽ ആണ് നമ്മൾ ഇങ്ങനെ ഒരു ഹൈപ്പോത്തസിസ് യൂസ് ചെയ്യുക. എക്സാമ്പിൾ നോക്കാം. ദർ ഈസ് എ ഡിഫറൻസ് ഇൻ എക്സാം സ്കോർസ് ബിറ്റ്വീൻ സ്റ്റുഡൻസ് ഹു സ്ലീപ്പ് മോർ ദാൻ 7 hours ആൻഡ് ദോസ് ഹു സ്ലീപ്പ് ലെസ്. കൂടുതൽ ഉറങ്ങുന്നവരിലും കുറഞ്ഞ് ഉറങ്ങുന്നവരിലും തമ്മിൽ ഡിഫറൻസ് കാണുന്നുണ്ട്, പക്ഷേ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊന്നും ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നില്ല. ക്ലിയർ ആണോ? അപ്പോൾ 4 ടൈപ്പ് ഹൈപ്പോത്തസിസ് ആണ് പറഞ്ഞത്. നൾ ഹൈപ്പോത്തസിസ്, ഓൾട്ടർനേറ്റീവ്, ഡയറക്ഷണൽ ആൻഡ് നോൺ ഡയറക്ഷണൽ. ഓക്കെ, ഇനി നമുക്ക് എന്തായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് അബൌട്ട് ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ്? ജൂൺ 2023 ചോദിച്ച ചോദ്യമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മെഡിറ്റേഷൻ ഹാസ് എഫക്റ്റ് ഓൺ വെൽബീങ്. എഫക്റ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞത്, പക്ഷെ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊന്നും പറഞ്ഞില്ല. അപ്പം അത് ഏതായിരിക്കും? ഇത് നോൺ ഡയറക്ഷണൽ ആണ്. മെഡിറ്റേഷൻ ഹാസ് പോസിറ്റീവ് എഫക്റ്റ് ഓൺ വെൽബീങ്. ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പോസിറ്റീവ് എഫക്റ്റ് എന്ന്. അപ്പം അതെന്താണ്? അത് ഡയറക്ഷണൽ ആണ്. മെഡിറ്റേഷൻ ഹാസ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എഫക്റ്റ് ഓൺ വെൽബീങ്. ഇവിടെ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ടെന്നാണ് പറഞ്ഞത്, പക്ഷേ കൃത്യമായിട്ട് ഇന്നതാണ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് ഡയറക്ഷണൽ അല്ല. മെഡിറ്റേഷൻ ഹാസ് ഡയറക്ഷൻ ഫോർ വെൽബീങ്. ഡയറക്ഷൻ ഉണ്ട് എന്നേ അവിടെ പറഞ്ഞുള്ളൂ, പക്ഷെ അതെന്താണ് എന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഏതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്? മെഡിറ്റേഷൻ ഹാസ് പോസിറ്റീവ് എഫക്റ്റ് ഓൺ വെൽബീങ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഹൈപ്പോത്തസിസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അതിൻ്റെ ടൈപ്സ് പറഞ്ഞു, ക്രൈറ്റീരിയ പറഞ്ഞു. സോ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ താങ്ക് യു.